34 വർഷങ്ങൾക്ക് മുൻപാണ്, ഏതാണ്ട് 33 വർഷം 34 വർഷമാണ് ഇത് മാഷ പരിചയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ആ ശങ്കരേട്ടന്റെ പേടിയും നമ്മുടെ പഴയ LP സ്കൂൾ ബിൽഡിങ്ങും ഹൈസ്കൂൾ ബിൽഡിങ്ങും ഒക്കെ ഉള്ളൊരു കാലത്ത് 34 വയസ്സുള്ളവരും ഇല്ലാത്തവരും അതിന് മുകളിലുള്ളവരും ഒക്കെ ഇവിടെ സന്നിഹിതരാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അന്ന് ഞാൻ ആദ്യമായി ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ ഈ മനുഷ്യനെ ഞാൻ ഓർക്കാൻ, എന്റെ ശരീരത്തിൽ സോഡിയത്തിന്റെ അംശം കുറയുന്നിടത്തോളം കാലം ആ നല്ല രീതിയിൽ കൊണ്ടുപോയി. രാജ്മാഷമല്ലാത്തൊരു കാര്യം ആലോചിക്കാൻ ആയിട്ടില്ല, അതുകൊണ്ട് ആലോചിക്കുന്നില്ല എന്താണെന്നുള്ളത്. ഏതായാലും മാഷ് എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. ഉണ്ണിമാഷമാർക്ക് ഞാൻ ചിരിക്കുന്നുണ്ട് അവിടെ. വേണ്ട, എന്തിനാ ഉണ്ണിമാഷ്? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. മാഷിന്റെ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തില് പ്രിയപ്പെട്ടവരൊക്കെ പോകും പല വഴിക്ക്. മക്കളുടെ വഴിക്ക് പോകും, ഭർത്താവിന്റെ വഴിക്ക് പോകും, നമ്മൾ വേറെ വഴിക്ക് പോകും. ഇതൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഏറ്റവും പ്രിയങ്കരനായ സ്വാഗതം രാജമാഷന്റെ രഥം ഓടിക്കൂടി രഥം ഓടിക്കുന്നു. എപ്പോഴും എന്റെ നിഴലായി കൂടെയുള്ള രാജമാഷ, അതുപോലെ PTA പ്രസിഡന്റ്, പ്രായത്തിൽ കഴിഞ്ഞ പക്വത, അതുപോലെ സംഘടനാ പാഠവും പ്രദർശിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ എന്റെ സുഹൃത്തുമായ നിഷാദ്, NDA പ്രസിഡന്റ് അഞ്ജലി, ഇതുപോലെ തന്നെയാണ് അവിടെ വന്ന് വളരെയേറെ നമ്മുടെ നാട്ടുകാരിയെ പോലെ ഈ സൗഹൃദം കാണുമ്പോൾ എനിക്ക് കൂടുതൽ ഊർജ്ജസ്വലനായി നിലനിൽക്കാൻ ഒരു ധൈര്യം എന്റെ മനസ്സിനും എന്റെ ശരീരത്തിനും കിട്ടുന്നതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ എന്റെ ഉള്ളിൽ മാഷ് മുന്നിൽ ഉള്ളത് കൊണ്ട് ഒരു ഭയം അങ്ങനെ അലഞ്ഞാറില്ല. 3 പതിറ്റാണ്ടിലേറെ നമ്മളെ വന്ന എൻജോയ്മെന്റ് കരഞ്ഞു. സത്യമാണ്, ശരിക്കും ഭയങ്കര എന്താ പറയാ, എന്റെ ഏകദേശം 15 വർഷത്തിന്റെ അപ്പുറം PTA കമ്മിറ്റി ആയിട്ട് സ്കൂളിൽ PTA കമ്മിറ്റി ആയിട്ട് ചേർന്ന ഇതുവരെ അവിടുന്ന് PTA ഇറങ്ങിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ. പിന്നെന്താ പറയാ, ഏകദേശം 50 വയസ്സ് എനിക്കായി. അന്ന് മുതൽ മൂപ്പർ സ്കൂൾ വന്ന അന്ന് മുതലുള്ള ബന്ധം എല്ലാം ഞങ്ങൾ ഫാമിലി ആയിട്ട് പറയാൻ കഴിയില്ല. എല്ലാവിധ ആശംസകളും. സ്നേഹനിധിയായ ഉണ്ണിമാഷ്, എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല. മാഷ് ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. സ്കൂളിലെത്തിയാൽ പിന്നെ എന്റെ രക്ഷിതാവാണ്. എന്ത് കാര്യം ഞാൻ മാഷോട് ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇവിടെ 8 വർഷമായി സ്കൂളിലെത്തിയിട്ട് അതേ ചെയ്തിട്ടുള്ളൂ. എന്നെ ഇവിടെ കൊണ്ടുവന്ന മയവൻ അച്ഛനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഉണ്ണിമാഷ് എന്ത് പറയുന്നു അതനുസരിച്ചോളാണ്. ഇത്രയും കാലം ഞാൻ അത് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇനി കൂടുതൽ പറഞ്ഞാൽ കിട്ടില്ല വാക്കുകളും. അതുകൊണ്ട് അക്ഷര ലോകത്തിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉണ്ണിമാഷിന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു.